വിശാൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു ചരിത്രമുണ്ട്. 1334 ജോൺ 22 മാർപ്പാപ്പയാണ് പെന്തക്കോസ്താ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ടുള്ള വിളംബരം ഇറക്കുന്നത്. അതിനുശേഷമാണ് പരിശുദ്ധ കത്തോലിക്ക സഭ വ്യാപകമായിട്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ പെന്തക്കോസ്താ ഞായർ ശേഷമുള്ള ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഈ പരിശുദ്ധ ത്രിത്വത്തെ പറ്റി ധ്യാനിക്കാം. നമുക്കറിയാം, ദൈവം ഒന്നേ ഉള്ളൂ. എന്നാൽ ഈ ഒറ്റ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മുടെ ബുദ്ധിക്ക് ഒരു പക്ഷേ അപ്രാപ്യമാണ്. കാരണം നമ്മൾ സ്കൂളിൽ മാത്സും സയൻസൊക്കെ പഠിക്കുന്നവർക്ക് 1+1+1 = 3 എന്നാണ് പഠിച്ചേക്കുന്നത്. 1+1+1 ഒരിക്കലും 1 നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അല്പം അപ്രാപ്യമാണ് ഈ സത്യം മനസ്സിലാക്കുക എന്നത്. അതായത് ദൈവം ഒന്നേ ഉള്ളൂ, എന്നാൽ ഈ ഒരു ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, സൃഷ്ടിയുടെ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവായ ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് ജലത്തിന് മുമ്പിൽ മുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, ഈശോ പിതാവായ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആ വചനമാണ് ഈശോയായിട്ട് രൂപാന്തരപ്പെടുന്നത്. സ്നേഹമുള്ളവർ, അപ്പോൾ എവിടെയെല്ലാം ഒരു അത്ഭുതം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുവോ ആ അത്ഭുതത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം ഉണ്ട് എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദൈവമുണ്ട്. ഈ ഒരു ദൈവത്തിലെ 3 വ്യക്തികളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും.